നിലമ്പൂർ JCI വണ്ടൂർ നെഹ്റു സാംസ്കാരിക വേദി എന്നിവ ചേർന്ന് കൊല്ലം പത്തനാപുരം ഗാന്ധി ഭവനിലെ കുട്ടികൾക്ക് നിലമ്പൂരിന്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കുവാൻ അവസരമൊരുക്കി. ശലഭയാത്ര എന്ന് നാമകരണം ചെയ്ത പരിപാടി PV അബ്ദുൽ വഹാബ് MP കുട്ടികൾക്ക് ചോക്ലേറ്റ് വിതരണം ചെയ്ത് ഉദ്ഘാടനം ചെയ്തു. നിങ്ങളെ കാണാനും നിങ്ങളുടെ ഈ ക്രിസ്തുമസ് ആഘോഷ ആഘോഷ സമയത്ത് കാണുവാൻ നിങ്ങളുടെ നമുക്ക് സംസാരിക്കാൻ സാധിച്ചതിൽ അഭിമാനമുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ പത്തനാപുരത്ത് വരാൻ ശ്രമിക്കാം. അല്ലാതെ ഞാനിവിടെ ദൂരം പറയുന്നുണ്ട്. എനിക്ക് വരുന്ന ആഗ്രഹമുണ്ട്. പലപ്പോഴും ഞങ്ങൾ യൂസ്ഫലിക്ക് എന്നോട് പറഞ്ഞതാണ് നിങ്ങളടുത്ത് വന്നപ്പോഴും കാര്യങ്ങളൊക്കെ. ഏതായാലും ഈ സമയത്ത് നിങ്ങൾക്ക് നിലമ്പൂർ കാണാൻ വന്നത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ രാജറാണി എന്നുള്ള ട്രെയിൻ ഉണ്ടാക്കാൻ ഞങ്ങൾ പരിശ്രമിച്ചു. അത് അതിൻ്റെ ഉപകാരങ്ങളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. പലരും തിരുവനന്തപുരത്ത് മറ്റേ ദൂരം എന്ന് പറഞ്ഞ് ഒഴിവാകലായിരുന്നു. ഇന്നിപ്പോൾ ഒരു രാത്രി കൊണ്ട് ഇവിടെ എത്താം, പിറ്റേന്ന് രാത്രി കൊണ്ട് അവിടെയും പോകാം. നിലമ്പൂർ വളരെ അടുത്തും നമ്മൾ ടൂറിസം കേന്ദ്രമാക്കി വളർത്താനുള്ള ശ്രമങ്ങളാണ്. സ്വകാര്യ ഓഡിറ്റോറിയത്തിൽ മാന്ത്രികൻ RK മലയത്ത് ജാലവിദ്യകൾ അവതരിപ്പിച്ച് വിസ്മയിപ്പിച്ചു. ഇതിലൂടെ നോക്കിയാൽ നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കില്ലേ? എനിക്ക് നിങ്ങളെയും കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് നിങ്ങളാണ്. നിങ്ങളിലേക്ക് ഈ കഴിവുകൾ കയറുകയാണ് വരുന്നത്. കഴിവുള്ളവരെ കുറിച്ചല്ലേ നമ്മൾ പറഞ്ഞത്. ഈ കഴിവുകളെ നിങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ്, ഉള്ളിലേക്ക് കയറുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് റിബൺ കാണുന്നുണ്ടോ? കാണുന്നില്ല. നിങ്ങളുടെ കഴിവുകൾ നിങ്ങളിലുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അത് കാണാൻ സാധ്യമാകുന്നില്ല എന്നുള്ളതാണ് ചുരുക്കം. നിലമ്പൂർ തേക്ക് മ്യൂസിയം സന്ദർശിച്ചു. നിലമ്പൂർ നോർത്ത് DFO P കാർത്തിക് മ്യൂസിയത്തിലെ കാഴ്ചകൾ പരിചയപ്പെടുത്തി. കരുവാരക്കുണ്ട് സ്കൂളിൽ അമൽ കോളേജ് NSS ക്യാമ്പിൽ വോളണ്ടിയർമാരുമായി സംവദിച്ചു. ഇന്ന് കനോലി ഇക്കോ ടൂറിസം കേന്ദ്രം, നിലമ്പൂർ കോവിലകം എന്നിവ സന്ദർശിക്കും. വണ്ടൂർ ടൗൺ സ്ക്വയറിൽ യാത്രയപ്പ് നൽകും. മുജീബ് ദേവശ്ശേരി, ഗാന്ധി ഭവൻ അധ്യക്ഷ ഷാഹിദ കമാൽ, അമൽ രാജ്, കോർഡിനേറ്റർ ഷിഹാബ് അലൈവ്, ജനീഷ് നിലമ്പൂർ, ജാബിർ പുളിയത്ത്, മുഹസിൻ വണ്ടൂർ, ജിംഷി അഞ്ചുചവടി എന്നിവർ നേതൃത്വം നൽകി. SS Gold, pure gold. SS Group, Nilambur.